പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പോലീസിനെ കുറിച്ച്. നമ്മുടെ കേരള പോലീസിനെ പോലെയൊന്നുമല്ല. അവിടുത്തെ പോലീസ്, ദുബായ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിനിമാ നടനൊന്നുമില്ല, സിനിമാ നടിയെന്നില്ല, ആരൊന്നുമില്ല. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള നടീനടന്മാർക്ക് ഈ ദുബായ് പോലീസിന്റെ അല്ലെങ്കിൽ ഈ വിമാനത്താവളത്തിലൊക്കെ തന്നെ ചെറിയ തോതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് പല ഈ തെറ്റിദ്ധാരണകളുടെ പേരിൽ. ഇപ്പോഴിതാ നമ്മളുടെ മലയാളത്തിന് തന്നെ പ്രിയ നടനായിട്ടുള്ള അശോകന് ഇതേപോലെ തന്നെ ദുബായിൽ ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മുകേഷ് അശോകൻ ചേട്ടൻ ഉണ്ടായ ഈ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിരുന്നു. ഇപ്പോഴിതാ അശോകൻ ചേട്ടൻ തന്നെ, അദ്ദേഹം തന്നെ, നടൻ അശോകൻ തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ജയിലിൽ കിടക്കേണ്ട ദിവസങ്ങളെക്കുറിച്ച്, അതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. നടൻ അശോകൻ മലയാളികൾക്ക് തോമസ് കുട്ടിയാണ്. ഇൻ ഹരിഹർ നഗറിലെ 4 നായകന്മാരിൽ ഒരാൾ. അതുപോലെ അമരത്തിലെ കഥാപാത്രമടക്കം ഓരോന്നും പ്രേക്ഷക പ്രശംസ നേടിയിട്ടുള്ളതുമാണ്. ഇപ്പോഴും അഭിനയത്തിൽ സജീവമായി തുടരുന്ന അശോകൻ നൻപകൽ നേരത്ത് മയക്കം, എന്റെ ഇക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്നിങ്ങനെ 2 സിനിമകളിലാണ് ഈ വർഷം അഭിനയിച്ചത്. 2ഉം പ്രേക്ഷക പ്രശംസ നേടിയവയാണ്. അതേസമയം തന്റെ കഴിഞ്ഞുപോയ കരിയറിനെ കുറിച്ച് അശോകൻ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ്. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അവാർഡുകൾ പോലും ചിലർ തട്ടിപ്പറിച്ചെടുത്തു എന്നും നടൻ പറയുന്നുണ്ട്. ഒരിക്കൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, അതും കേരളത്തിലല്ല, അങ്ങ് ദുബായില്. ഒരുപാട് കരയേണ്ട സാഹചര്യവും തനിക്ക് വന്നിട്ടുണ്ട്. പ്രണാമം എന്ന സിനിമയിൽ ലഹരി മരുന്നിന് അടിമയായ കഥാപാത്രമാണ് താൻ അവതരിപ്പിച്ചത്. അക്കാലത്ത് ഖത്തറിലെ ഒരു പ്രോഗ്രാമിന് പോയി. ആ സമയം പ്രണാമത്തിലെ ചില സ്റ്റില്ലുകൾ ചേർത്ത് വെച്ച് ഏതോ ഒരാൾ ഖത്തറിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് വന്ന ഏതോ ഒരു ലഹരി വ്യാപാരിയാണ് താൻ എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. സിനിമയിലെ സീനുകൾ കണ്ടതോടെ പോലീസും തെറ്റിദ്ധരിച്ചു. അവർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. അന്ന് അവിടെ പാകിസ്ഥാനി തടവുകാരും ഉണ്ടായിരുന്നു. കരയുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അനന്തരം സിനിമയുടെ വാർത്തയുടെ കട്ടിംഗ് അധികൃതരെ കാണിച്ചു. അപ്പോഴാണ് ഞാൻ നടനാണെന്ന് അവർക്ക് മനസ്സിലായത്. അമിതാഭ് ബച്ചനെയും കമൽഹാസനെയും ഒക്കെ കൂട്ടുകാരാണോ എന്ന് പിന്നീട് പോലീസ് ചോദിച്ചു. സിനിമയിൽ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും അതെ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നല്ലോ തന്റെ ആവശ്യമെന്നും അശോകൻ കൂട്ടിച്ചേർത്തു. പരിഹാസം താൻ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നാണ് അശോകൻ പറയുന്നത്. തമാശയും പരിഹാസവും രണ്ടാണ്. ഇത്തരത്തിൽ ജയിലിൽ കിടന്നത് ഒരിക്കലും തനിക്കൊരു പരിഹാസമാണ് അല്ലെങ്കിൽ തമാശയാണെന്ന് തോന്നിയിട്ടില്ല. ജീവിതത്തിലെ കറുത്ത ദിവസങ്ങളായിരുന്നു അതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ദുബായ് പോലീസിന്റെയും ദുബായ് ജയിലിൽ ഒരവസ്ഥയും സാഹചര്യവും എന്താണെന്ന് തനിക്ക് ഇപ്പോൾ കാണാപ്പാടമാണെന്നും നടൻ ലഭിച്ചിട്ടുള്ള ഈ ഒരു മോശം അനുഭവം അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ള ഈ ഒരു ദിവസങ്ങളെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മുൻപും ഇതൊരു വാർത്തയായിരുന്നു, ഇപ്പോൾ വീണ്ടും വാർത്തയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻ ഹരിഹർ നഗറിലെ തോമസ് കുട്ടിയെ കുറിച്ചും അശോകന് പറയാനുണ്ട്. 4 നായകന്മാരുള്ള സിനിമയാണ്. ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ചു. എന്നിട്ടും അശോകന്റെ തോമസ് കുട്ടിക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് കണ്ടവരെല്ലാം പറഞ്ഞത്. ഏതായാലും പ്രവാസ ലോകത്തും ഈ തോമസ് കുട്ടി ഏറെ ഹിറ്റാണ്. പ്രവാസികൾക്ക് അടക്കം ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ സാധാരണക്കാർ, മലയാളികൾ മനസ്സിലാക്കിയെങ്കിൽ പോലും പോലീസിന് മനസ്സിലാക്കാൻ കഴിയാത്തത് പാകിസ്ഥാനി അടക്കം കൂടെ കിടന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു തടവുകാരൻ കിടക്കേണ്ട ആ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ. താൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറക്കാൻ ഇഷ്ടപ്പെടാത്ത, താൻ ഒരുപാട് കരങ്ങിയിട്ടുള്ള ഒരു ദിവസം അതായിരുന്നുവെന്നും നടൻ ഓർമ്മിക്കുകയാണ്.